ഹായ് ഗീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ അണ്ടർടോൺസ് കണ്ടുപിടിക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അണ്ടർടോൺ കണ്ടുപിടിക്കുന്നത്. സ്കിൻ ടൈപ്പിനെ പറ്റി നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരെ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു വീഡിയോയും കാണണം കേട്ടോ. ഒരു വ്യക്തിക്ക് പുറമേ കാണുന്ന നിറത്തിനേക്കാൾ അകത്തൊരു അണ്ടർടോൺ കൂടിയുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് അണ്ടർടോൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ സ്കിൻ അണ്ടർടോൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സുകൾ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. ഇന്നത്തെ കാലത്ത് പല ബ്രാൻഡുകളുടെയും മേക്കപ്പ് പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ ഈ അണ്ടർടോണിൻ്റെ ബേസിൽ വാങ്ങാൻ കഴിയും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, നിങ്ങൾ ഹെയർ കളർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന കളറുകൾ തിരഞ്ഞെടുക്കാനും ഈ അണ്ടർടോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കോസ്മെറ്റിക് സാധനങ്ങൾ പറഞ്ഞു, ഡ്രസ്സുകൾ, പിന്നെ നമ്മൾ ജ്വല്ലറികളൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അണ്ടർടോൺ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കതൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി പറയുന്നത് അണ്ടർടോൺ എത്ര തരം ഉണ്ടെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അണ്ടർടോൺ 3 തരമാണുള്ളത്. വാം അണ്ടർടോൺ, കൂൾ അണ്ടർടോൺ, അതുപോലെ തന്നെ ന്യൂട്രൽ അണ്ടർടോൺ. വാം അണ്ടർടോൺ എന്ന് പറയുന്നത് സ്കിന്നിന്റെ കളറ് മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു പീച്ചിഷ് കളറൊക്കെ ആണെങ്കിൽ വാം അണ്ടർടോൺ ആണെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കളർ വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത് പ്രയാസമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ കൂൾ അണ്ടർടോൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ കളറ് ഒരു വെളുത്തു ചുവന്ന് അല്ലെങ്കിൽ റെഡിഷ് നിറമാണെങ്കിൽ അത് കൂൾ അണ്ടർടോൺ ആണെന്ന് പറയാം. ഇനി അടുത്തതായിട്ട് ന്യൂട്രൽ അണ്ടർടോൺ. വാം അണ്ടർടോൺ ആണോ കൂൾ അണ്ടർടോൺ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് ന്യൂട്രൽ അണ്ടർടോൺ ആണ്. ഇനി നമുക്ക് അണ്ടർടോൺ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെസ്റ്റ് നമ്പർ 1, വെയിൻ കളർ ടെസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിതാണ് സ്യൂട്ടായതും എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും. അപ്പം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കേട്ടോ. നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്തെ ഞരമ്പുണ്ട്, ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ഞരമ്പുകൾ ഉണ്ടല്ലോ. വെളുത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ ഞരമ്പുകൾ ഉണ്ടല്ലോ. ഇതിന്റെ കളറ് കൂടുതൽ ഒരു പച്ച കളർ അല്ലെങ്കിൽ ഒരു കോപ്പർ ബ്ലൂ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കളർ ആണെങ്കിൽ അത് വാം അണ്ടർടോൺ ആണെന്ന് മനസ്സിലാക്കാം. എന്റെ വാം അണ്ടർടോൺ ആണ് കേട്ടോ. കൂൾ അണ്ടർടോൺ ആണെങ്കിലോ ഇങ്ങനെ നമ്മൾ വെയിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെയിൻ്റെ കളറ് ഒരു പർപ്പിൾ കളറ്, ഒരുമാതിരി നീല പർപ്പിൾ പോലത്തെ കളർ ആണെങ്കിൽ അവര് കൂൾ അണ്ടർടോണിൽ പെട്ട ആൾക്കാരാണ്. ആപ്പിക്കുട്ടൻ്റെ എന്ന് പറയുന്നത് കൂൾ അണ്ടർടോൺ ആണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വെയിലത്ത് വെച്ച് നോക്കുമ്പോൾ വെയിൻ്റെ കളർ പ്രത്യേകിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഏത് കളറാണ്, പച്ചയാണോ അതായത് പർപ്പിൾ ആണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ന്യൂട്രൽ അണ്ടർടോൺ ആണ്. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ടെസ്റ്റ് പറയാം, രണ്ടാമത്തെ ടെസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓർണമെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ടെസ്റ്റ് അങ്ങനെയൊക്കെ പറയാം. നമ്മുടെ ഒരു ഗോൾഡൻ കളർ അല്ല മാല ഇപ്പോൾ കഴുത്തെ വെച്ച് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മുടെ മുഖമായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സിൽവർ വെള്ളി കളറിലെ മാല എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ കഴുത്തിൽ വെച്ച് നോക്കണം. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിതാണ് ചൂട്ടാവുന്നത്. ഞാൻ പറഞ്ഞതുപോലെ വാം അണ്ടർടോൺ ആണ് ഞാൻ. ഗോൾഡൻ കളറാണ് നിങ്ങൾക്ക് കൂടുതൽ യോജിക്കുന്നതെങ്കിൽ അത് വാം അണ്ടർടോൺ ആണ്. അതുപോലെ തന്നെ സിൽവർ കളറാണ് നിങ്ങൾക്ക് കൂടുതൽ യോജിക്കുന്നതെങ്കിൽ കൂൾ അണ്ടർടോൺ ആണ്. അപ്പം ഗോൾഡൻ കളറും അതുപോലെ തന്നെ സിൽവർ കളറും സ്യൂട്ട് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർടോൺ ആണ്. അടുത്ത 3ാമത്തെ ടെസ്റ്റ് ആണ്. ഇത് സൺ ടാൻ ടെസ്റ്റ് അല്ലെങ്കിൽ സൺബേൺ ടെസ്റ്റ് എന്നൊക്കെ പറയാം. നമ്മളിപ്പം പുറത്തേക്കൊക്കെ പോയിട്ട് പെട്ടെന്ന് കയറി വരുമ്പോൾ നമ്മുടെ മുഖം പെട്ടെന്ന് കരുവാളിച്ചിട്ടൊക്കെയാണ് കയറി വരുന്നതെങ്കിൽ അത്രക്കാർ വാം അണ്ടർടോൺ ആണ്. ഞാൻ എപ്പോഴും അകത്ത് വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കറുത്ത് കരുവാളിച്ചു പോകും. അപ്പം ഞാൻ വാം അണ്ടർടോൺ ആണ്. പുറത്ത് പോയിട്ട് അകത്ത് വരുമ്പം ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചുമന്ന് തുടുത്തിട്ടേ ഉള്ളൂ, സൺബേൺ ഒക്കെ സംഭവിച്ചിട്ടുള്ളൂ. അതായത് കരിവാളിച്ചിട്ടില്ല, ചെറുതായിട്ട് ചുമന്ന് തുടുത്ത പോലെയൊക്കെയാണ് ഫേസ് എങ്കിൽ അത്തരക്കാര് കൂൾ അണ്ടർടോൺ ഉള്ളവരാണ്. രണ്ടുമാണെങ്കിൽ സൺബേണും ഉണ്ട് സൺടാനും ഉണ്ട് എങ്കിൽ ന്യൂട്രൽ അണ്ടർടോൺ ആണ്. ടെസ്റ്റ് നമ്പർ 4 പേര് കളർ ടെസ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് മഞ്ഞ കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ ആണ് കൂടുതൽ യോജിക്കുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് മഞ്ഞ കളർ ഓറഞ്ച് കളറൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് യോജിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ വാം അണ്ടർടോണിൽ പെട്ടവരാണ്. പർപ്പിൾ കളറോ ബ്ലൂ കളറോ ആണ് നമുക്ക് ചേരുന്നതെങ്കിലോ നമ്മൾ കൂൾ അണ്ടർടോണിൽ പെടുന്നവരാണ്. എല്ലാ കളറും നമുക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ അവർ ന്യൂട്രൽ അണ്ടർടോൺ ആണ്. അപ്പൊ ന്യൂട്രൽ അണ്ടർടോൺ ഉള്ളവരാണ് ഏറ്റവും സെറ്റ് അണ്ടർടോൺ എന്ന് ഞാൻ പറയുന്നു. അവർക്ക് എന്ത് ഡ്രസ്സ് ഇടാലോ, എന്ത് ഓർണമെന്റ്സ് ഇടാം. 5ാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് ക്ലോത്ത് ടെസ്റ്റ് ആണ്. വെള്ള തുണി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ
ഈ ഒരു ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ഒരു പേപ്പർ എടുത്ത് കാണിക്കാം. ഇങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ വെള്ള തുണിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മഞ്ഞ ഒലീവ് കൈൻഡ് ഓഫ് കളറൊക്കെ ആണെങ്കിൽ വാം അണ്ടർടോണിലാണ് പെടുന്നത്. വെള്ള നീല കളർ, ചുവപ്പ് കളറൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർ കൂൾ അണ്ടർടോണിൽ പെടുന്നതാണ്. അപ്പോൾ ഈ അണ്ടർടോൺ എന്ന് പറയുന്നത് സ്കിൻ ടൈപ്പ് മാറുന്നത് പോലെ അണ്ടർടോൺ മാറത്തില്ല, പെർമനന്റ് ആണ്. ഒരു വ്യക്തിക്ക് ഒരു അണ്ടർടോൺ ആയിരിക്കും ഉള്ളത്, അപ്പോൾ അത് പെർമനന്റ് ആണ് അണ്ടർടോൺ കേട്ടോ. അപ്പോൾ നിങ്ങൾ അണ്ടർടോൺ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് അതിന് സ്യൂട്ട് ആവുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും ഒക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ ഡ്രസ്സ്, ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഈ അണ്ടർടോണിന്റെ ബേസിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മളെപ്പോഴും പോയി നമുക്ക് ചേരാത്ത കളർക്ക് വാങ്ങിച്ചോളൂ എന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് കണ്ടുപിടിച്ച് നോക്കണം കേട്ടോ. കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അണ്ടർടോൺ ഏതാണെന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ ഇതൊരു ബേസിക് ബ്യൂട്ടി സീരീസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തുടർന്നും ഉള്ള വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് തുടരെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.